Hello, my dear students. Welcome back to Isaac's Physics Classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററായ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിലെ അവസാനത്തെ ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് അപ്ലിക്കേഷൻസ് ഓഫ് എലാസ്റ്റിക് ബിഹേവിയർ ഓഫ് മെറ്റീരിയൽസ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ആപ്ലിക്കേഷൻ ടു ഡിറ്റർമിൻ ദ തിക്നെസ് ഓഫ് മെറ്റാലിക് റോപ്സ് യൂസ്ഡ് ഇൻ ക്രെയിൻസ്. ഹെവി വെയിറ്റുകൾക്ക് ഉപയോഗിക്കുന്ന ലിഫ്റ്റ് ചെയ്യുന്ന ക്രെയിനുകൾ ഉപയോഗിക്കുന്ന റോപ്പിന്റെ അല്ലെങ്കിൽ മെറ്റാലിക് റോപ്പിന്റെ തിക്നെസ് എന്തായിരിക്കണം എന്നാണ് ഇലാസ്റ്റിക് ബിഹേവിയർ വെച്ച് നമ്മൾ പറയാൻ പോകുന്നത്. ദ തിക്നെസ് ഓഫ് മെറ്റാലിക് റോപ്സ് used in cranes to lift and move heavy loads is decided on the basis of elastic limit of material of the rope and the factor of safety. The stress due to the load should not exceed the elastic limit, that is yield strength of the material. Otherwise, they will get permanently deformed or may break. Thus, the area of cross section of the rope should be. അപ്പോൾ ഒരു വലിയ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വെയിറ്റ് മൂവ് ചെയ്യണമെങ്കിൽ അപ്പോൾ ആ മൂവ് ചെയ്യണമെങ്കിൽ ക്രെയിനിൽ ഉപയോഗിക്കേണ്ട റോപ്പിന്റെ മെറ്റീരിയലിനെ ഇലാസ്റ്റിക് ലിമിറ്റ്, അതായത് ഈൽഡ് സ്ട്രെങ്ത്തിനെ ബന്ധപ്പെട്ടാണ് അതിന്റെ മെറ്റീരിയൽ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കോപ്പർ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഇലാസ്റ്റിക് ലിമിറ്റ് വേറെ ആയിരിക്കും, അലുമിനിയം വേറെ ഇലാസ്റ്റിക് ലിമിറ്റ് ആയിരിക്കും. അപ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ ഈൽഡ് സ്ട്രെങ്ത് ഓഫ് ദിസ് മെറ്റീരിയൽ ആണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ഈൽഡ് സ്ട്രെങ്ത് കൂടി എങ്ങനെയാണ് ആ ഇക്വേഷൻ വരുന്നത് നമുക്ക് നോക്കാം. ഈൽഡ് സ്ട്രെങ്ത് ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സ്ട്രെസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ലോഡ്. അതായത് ഈൽഡ് സ്ട്രെങ്ത് എപ്പോഴും കൂടിയിരിക്കണം. അതായത് ഈൽഡ് സ്ട്രെങ്ത് എത്രയാണോ അതിനേക്കാളും അതിൽ ലോഡ് വരാൻ പാടില്ല. ആ ലോഡ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഈൽഡ് സ്ട്രെങ്ത് വരെ എന്ത് ചെയ്യാൻ പറ്റും, ബ്രേക്ക് ചെയ്യാതെ അത് പിടിച്ചു നിൽക്കും. അപ്പോൾ ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ SY എന്ന് കൊടുക്കാം. സോ ഗ്രേറ്റർ എഫ് ബൈ എ, കാരണം ഫോഴ്സ് ബൈ ഏരിയ ആണ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ. എഫ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ആണ്, സോ W/A എന്ന് കൊടുക്കാം. വെയിറ്റിന് mg/a എന്ന് കൊടുക്കാം. അപ്പൊ എത്രമാത്രം മാസ് അല്ലെങ്കിൽ എത്രമാത്രം വെയിറ്റ് അതിൽ നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റും, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ അതിന് നമുക്ക് ഏരിയ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ SY റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വരും. കാരണം SY എന്ന് പറയുന്ന ഒരു ടേം കോൺസ്റ്റന്റ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു അയൺ വയറാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അയൺ വയറിന്റെ SY എന്തായിരിക്കും, അത് കോൺസ്റ്റന്റ് ആണ്, അതിന് ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പൊ W കൂട്ടും തോറും പൊട്ടാനുള്ള ചാൻസ് കൂടുതൽ. അപ്പൊ W കൂട്ടുന്നവർ നമുക്ക് എന്ത് കൂടണം, ഏരിയ കൂടണം. കാരണം W/SY എന്ന ടേം ഏരിയക്കാളും വലുതായി കഴിഞ്ഞാൽ ആ റോപ്പ് ബ്രേക്ക് ചെയ്യും. അപ്പൊ ഏരിയ ഷുഡ് ബി വെരി മച്ച് ഗ്രേറ്റർ ദാൻ W/SYനെക്കാളും. അപ്പൊ ഈക്വൽ ആയി കഴിഞ്ഞാൽ അതിന്റെ ലക്ഷ്യം വന്നു, കൂടിക്കഴിഞ്ഞാൽ അത് ബ്രേക്ക് ആവും. അപ്പൊ എപ്പോഴും എന്തായിരിക്കണം, W/SY എന്ന ടേം ഏരിയക്കാളും കുറഞ്ഞിരിക്കണം. അതിനകത്ത് നമുക്ക് വേറെ അതർവൈസ് നമുക്ക് ഇങ്ങനെ പറയാം, ഏരിയ എപ്പോഴും കൂടിയിരിക്കണം. അപ്പോൾ ഏരിയ കൂടിയ റോപ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുക ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഏരിയ കൂടിയ റോപ്സ് എന്ന് പറയുമ്പോൾ സിംഗിൾ റോപ്പിന് പകരം നമ്മൾ നോർമലി എന്താ കുറെ ചെറിയ ചെറിയ റോപ്സ് ഒരുമിച്ച് ട്വിസ്റ്റ് ചെയ്തിട്ട് അതിനെ പെയർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഇതുപോലെയാണ് റോപ്പ് ഉപയോഗിക്കുക. അപ്പം കാരണം അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ ഏരിയ കൂടും. കാരണം മറ്റു സിംഗിൾ സിലിണ്ടറിക്കൽ വയറിന്റെ ഏരിയ, ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നതിനേക്കാളും ഒരുപാട് വയേഴ്സ് ആകുമ്പോൾ എന്ത് ചെയ്യും, ഏരിയ കൂടി വരും. അപ്പോൾ ഒരു സിംഗിൾ റോഡിന് പകരം ഇതുപോലെ ട്വിസ്റ്റഡ് വയേഴ്സ് ആയിട്ട് കുറേ വയർ എന്ത് ചെയ്യും, ഒരുമിച്ച് പിരിച്ചു വെച്ച് വലിയൊരു വയറാക്കും. അങ്ങനെയാണ് നമ്മൾ ക്രെയിൻസിലും ലിഫ്റ്റിലൊക്കെ എന്ത് ചെയ്യാം, ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. അപ്പൊ അതിൽ ആ ഇക്വേഷൻ ആണ് എന്ത് ചെയ്യേണ്ടത്, ഓർമ്മ വരുന്നത്, A is greater than equal to W/SY. അപ്പൊ ഇത് ഫസ്റ്റ് ആപ്ലിക്കേഷൻ. ആൻഡ് സെക്കൻഡ് ആപ്ലിക്കേഷൻ യൂസ്ഡ് ഇൻ ദ ഡിസൈനിങ് ഓഫ് ബ്രിഡ്ജസ്. ബ്രിഡ്ജസ് ഉപയോഗിക്കുന്നതിന് ഡിസൈനിങ് ആണ് എലാസ്റ്റിസിറ്റി ഉപയോഗിച്ച് പറയുന്നത്. A bridge has to be designed such that it can withstand the load of heavy traffic, the force of the winds and its own weight. അപ്പോൾ കാരണം ബ്രിഡ്ജിൽ നമുക്കറിയാം ഒരുപാട് വെഹിക്കിൾസ് പോവും, ഒരുപാട് നമുക്ക് ആൾക്കാർ നടന്നു പോവും. അതിന് ആ ബ്രിഡ്ജിന്റെ വെയിറ്റ് കൊണ്ട് തന്നെ എന്താണ്, അതിന് ഒരു സ്ട്രെസ് അനുഭവപ്പെടും. അപ്പൊ ഇത് നമുക്ക് ഓവർകം ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? Let a beam of length L and of rectangular cross section having a breadth B and depth, that is thickness D, loaded in the middle with a load W. The depression, that is sag, is given by delta is equal to WL3/4BD3. അതായത് നമ്മൾ രണ്ട് എഡ്ജിൽ ഒരു ബീം സപ്പോർട്ട് ചെയ്ത് വെക്കുകയാണ്. ഒരു പില്ലേഴ്സ് പോലെ നമുക്ക് അസ്യൂം ചെയ്യാം. രണ്ട് പില്ലേഴ്സ് ആണ്. ആ പില്ലേഴ്സ് നമ്മളൊരു ബീം വെക്കുകയാണ്. ബീം വെക്കുമ്പോൾ ബീം ലെങ്ത് ആണ് L എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് അതിന്റെ ബ്രെഡ്ത്ത് ആണ്. ആൻഡ് ഡി എന്ന് പറയുന്നത് തിക്നെസ് ആണ്. Y യങ്സ് മോഡുലസ് ആണ്. അപ്പൊ അത് നോക്കിയാൽ തന്നെ നമുക്കറിയാം WL3/4BD3Y ആണ്. അപ്പൊ അതില് യങ്സ് മോഡുലസ്
കൂടിക്കഴിഞ്ഞാൽ ഡിപ്രഷൻ കുറയും. കാരണം ഡിപ്രഷൻ കുറയണം, കാരണം ഡിപ്രഷൻ കൂടി വെയിറ്റ് കൂടി ഡിപ്രഷൻ കൂടി വന്നു കഴിഞ്ഞാൽ ആ ബീം പൊട്ടും. അപ്പോൾ ഡിപ്രഷൻ ഡെൽറ്റ നമുക്ക് കുറയേ വേണം. അപ്പോൾ ഡെൽറ്റ കുറയാന്ന് പറയുമ്പോൾ ഡബ്ല്യു കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിലൂടെ കുറച്ച് വെഹിക്കിൾസ് പോകാൻ പറ്റുള്ളൂ, അത് നമുക്ക് പറ്റില്ല. എൽ എൽ ക്യൂബ്, അപ്പൊ ലെങ്ത് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിന് മീൻ ചെയ്യുന്നത് അതായത് പില്ലേഴ്സിന്റെ എണ്ണം കൂട്ടുക. പില്ലേഴ്സിന്റെ എണ്ണം കൂട്ടുമ്പോൾ ബീമിന്റെ എന്ത് ചെയ്യും, ബീമിന്റെ ലെങ്ത് കുറയും. കാരണം ഓരോ പില്ലേഴ്സ് അടിയിൽ വെക്കും തോറും നമുക്ക് എന്താണ് ഒരു രണ്ട് എഡ്ജിൽ പില്ലേഴ്സ് വെക്കുന്നതിനേക്കാളും ഇടയിൽ ഒരു പില്ലർ കൂടി വെച്ച് കഴിഞ്ഞാൽ ബീം ലെങ്ത് കുറയും. അങ്ങനെ ചെയ്യാം. പിന്നെ ചെയ്യാനുള്ളത് താഴെ യങ്സ് മോഡൽസ് കൂട്ടുക. നല്ല യങ്സ് മോഡൽസ് കൂടുതൽ മെറ്റീരിയൽ ഉപയോഗിക്കുക. നമുക്കറിയാം പൊതുവെ ബീം ഉണ്ടാക്കുന്ന അയൺ ബാർ ഉപയോഗിക്കാം, കാരണം യങ്സ് മോഡൽസ് കൂട്ടാനുണ്ട്. അതേപോലെ തന്നെ അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം തിക്നെസ് ഡി ക്യൂബ് ആണ്. അപ്പൊ തിക്നെസ് എന്ത് ചെയ്യണം, തിക്നെസ് കൂട്ടിക്കഴിഞ്ഞാൽ ഡെൽറ്റ കുറയും. അപ്പൊ തിക്നെസ് കൂട്ടിയാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബക്ലിംഗ് എഫക്ട്. അത് ബീമിന്റെ തിക്നെസ് കൂട്ടി വന്നു കഴിഞ്ഞാൽ പില്ലറിന് താങ്ങാൻ പറ്റാതെ വരും, പില്ലർ വളയും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, തിക്നെസ് കൂട്ടും വേണം, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, അത്രയും മെറ്റീരിയൽ വരാൻ പാടില്ല. അപ്പൊ അതിനുള്ള ഒരു മെത്തേഡാണ് പറയുന്നത്. ഫ്രം ദ ഇക്വേഷൻ ഫോർ എ ഗിവൺ മെറ്റീരിയൽ increasing the thickness d rather than the breadth b is more effective in the reducing the bending. But on increasing the thickness, unless the load is exactly at the right place, the bridge may buckle. That's buckling is the lateral sideways bending produced in the beam due to unbalanced load. അപ്പോൾ നമ്മൾ ഈ ലോഡിന്റെ അതായത് ബ്രെഡ്ത്ത് തിക്നെസ് കൂട്ടുന്തോറും അതിലൊരു പ്രശ്നം വരുന്ന ഒരു ഭാഗത്ത് മെറ്റീരിയൽ വെയിറ്റ് കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ, കാരണം ഇത് കോൺക്രീറ്റ് ആണ്, ഒരു ഭാഗത്ത് മെറ്റീരിയൽ കൂടുതൽ കഴിഞ്ഞാൽ മറ്റേ ഭാഗം എന്തെയും തള്ളും. അപ്പോൾ ബക്ലിംഗ് എഫക്റ്റ് വരും. അത് പിക്ചറിൽ കാണിക്കും, ബക്ലിംഗ് എഫക്റ്റ് വരും. അപ്പോൾ ഇതുകൊണ്ടെന്താണ് നമുക്ക് തിക്നെസ് കൂട്ടും വേണം, ബക്ലിംഗ് എഫക്റ്റ് വരാനും പാടില്ല. ടു അവോയ്ഡ് ബെൻഡിങ്, to get maximum load bearing surface area safety and to get economic benefit, the cross section of the beam is made in the shape of I. അപ്പോൾ നമുക്ക് തിക്നെസ് കൂട്ടും വേണം, പക്ഷെ ലോഡ് ബിയറിംഗ് ഏരിയ കൂടും വേണം, പക്ഷെ മെറ്റീരിയൽ കൂടാനും പാടില്ല. അപ്പോൾ ഇതിന് ഏറ്റവും നല്ല ആപ്റ്റ് എന്ന് പറയുന്നത് ഐ ഷേപ്പ് ബ്രിഡ്ജസ് ആണ്. അപ്പോൾ ഇതുപോലെ ഐ ഷേപ്പ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ലോഡ് ബിയറിംഗ് ഏരിയ കൂടും, ഒരുപാട് ലോഡ് അതിന് താങ്ങാൻ കഴിയും. പക്ഷേ ഐ ഷേപ്പ് ആവുമ്പോൾ അത്രയും ഭാഗത്ത് മെറ്റീരിയൽ നമുക്ക് ആവശ്യമില്ല. നേരെ വെച്ച് ആ കംപ്ലീറ്റ്ലി ഒരു റെക്ടാങ്കുലർ ബ്ലോക്ക് പോലെ ആക്കുകയാണെങ്കിൽ അത് ഹ്യൂജ് ആവും. അപ്പോൾ എന്ത് ചെയ്യുക, അത്രയും അതിന് മെറ്റീരിയൽ ആവശ്യമാണ്. അപ്പോൾ ആ ഒരു ഐ ഷേപ്പ് കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ലോഡ് ബിയറിംഗ് ഏരിയ കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ടോപ്പിലും ബോട്ടത്തിലും കൂടുതലാണ്, നടുവും നമുക്ക് എന്ത് ചെയ്യാം, അത്ര മെറ്റീരിയൽ ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഐ ഷേപ്പ് കൺസ്ട്രക്ഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പില്ലേഴ്സിന് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ നമുക്ക് റെയിൽവേസിലും ട്രാക്ക് നോക്കിയാൽ ട്രാക്കും ഐ ഷേപ്പ് ആണ്, കാരണം കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, ലോഡ് അതിന് ബിയർ ചെയ്യാൻ, കാരണം താങ്ങാൻ കഴിയും. അതാണ് ഐ ഷേപ്പ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് ആ ബക്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഐ ഷേപ്പ് ആകുമ്പോൾ ലോഡ് ആഡ് ചെയ്യുന്നവരും ആ ഡിപ്രഷൻ കണ്ടോ, ഡെൽറ്റ ഇതാണ്, ബീം താഴേക്ക് വെയിറ്റ് ഇതാവും, പിന്നെ അത് പൊട്ടിപ്പോവും അതിന് താങ്ങാൻ പറ്റാത്ത വരുമ്പോൾ. പിന്നെ നമ്മൾ പിന്നെ തിക്നെസ് കൂട്ടിക്കാൻ എന്ത് ചെയ്യും, തിക്നെസ് കൂട്ടിക്കാൻ ബക്ലിംഗ് എഫക്റ്റ്, ബീം പില്ലേഴ്സ് വളയും. അപ്പോൾ അത് വളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഐ ഷേപ്പ് കൺസ്ട്രക്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റ് ആണ്. അപ്പോൾ അതിൽ ഈ സെക്കൻഡ് ഡയഗ്രാമും അതുപോലെ തന്നെ ഇക്വേഷൻസ് ആണ് എന്ത് ഓർത്തിരിക്കേണ്ട എക്സാമിന്. ആൻഡ് തേർഡ് ആപ്ലിക്കേഷൻ, a pillar with a distributed shape at the ends supported more load than a rounded end pillars. അത് പറഞ്ഞു ഐ ഷേപ്പ് പോലെ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് സാധാ ജസ്റ്റ് ഒരു സിലിണ്ടറിക്കൽ പില്ലറിനെക്കാളും ബോട്ടും ടോപ്പും കുറച്ച് എന്താണ് ലോഡ് ബിയറിംഗ് ഏരിയ കൂടിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ലോഡ് എന്ത് ചെയ്യാൻ പറ്റും, സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ദ ഫോർത്ത് ആപ്ലിക്കേഷൻ, a hollow shaft is stronger than a solid shaft made up of same and equal material. അതായത് നമ്മൾ സോളിഡ് ഷാഫ്റ്റ് ഉണ്ടാക്കുന്നതിന് പകരം അതേ മെറ്റീരിയൽ ഉപയോഗിച്ച് സോളിഡ് ഷാഫ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ സോളിഡ് ഷാഫ്റ്റിന് സ്ട്രെങ്ത് കുറവായിരിക്കും. അപ്പോൾ നോർമലി എന്താണ് ഷാഫ്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഹോളോ ഷാഫ്റ്റ് ആണ്, പക്ഷെ ശ്രദ്ധിക്കണം മെറ്റീരിയൽ കുറയ്ക്കാൻ പാടില്ല. നമ്മൾ ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ വെച്ചിട്ട് സോളിഡ് ഷാഫ്റ്റ് ഉണ്ടാക്കി, അതേ മെറ്റീരിയൽ വെച്ച് നമ്മൾ ഹോളോ ഷാഫ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഹോളോ ഷാഫ്റ്റിനാണ് കൂടുതൽ എന്ത് ചെയ്യുക, സോളിഡ് ഷാഫ്റ്റിനേക്കാളും സ്ട്രെങ്ത് കൂടുക. An application of elasticity നമുക്ക് പറയാൻ പറ്റും. Maximum height of mountains on earth can be estimated from the elastic behavior of earth. The maximum height is calculated to be about 10,000 കിലോമീറ്റർ, അതായത് 10 കിലോമീറ്റർ, അതായത് 10 കിലോമീറ്റർ ഹൈറ്റ് വരെയാണ് നമുക്ക് എർത്തിൽ ഒരു മൗണ്ടൻ പോസിബിൾ ആവുള്ളൂ. നമുക്കറിയാം മൗണ്ട് എവറസ്റ്റ്, ദ ഹയസ്റ്റ് മൗണ്ടൻ, അതിന്റെ കിലോമീറ്റർ 10നെക്കാളും താഴെയാണ്. അപ്പോൾ 10 കിലോമീറ്റർ വരെ നമുക്ക് എന്ത് ചെയ്യാവുള്ളൂ, ഒരു മൗണ്ടൻ ഭൂമിയിൽ പോസിബിൾ ആവുള്ളൂ. ഭൂമിയിൽ ഒരു മൗണ്ടൻ ഉണ്ടെങ്കിൽ അത് ഒരിക്കലും എന്താവില്ല 10 കിലോമീറ്ററോ അല്ലോ അതിന്റെ മുകളിലും ആവില്ല. കാരണം എലാസ്റ്റിക് ബിഹേവിയർ ഓഫ് നമ്മുടെ എർത്തിന് അനുസരിച്ച് നമ്മുടെ ഭൂമിക്ക് താങ്ങാൻ കഴിയുന്ന ഒരു മൗണ്ടൻ ഹൈറ്റ് എന്ന് പറയുന്നത് 10 കിലോമീറ്റർ ആണ്. നമുക്കറിയാം മൗണ്ട് എവറസ്റ്റ് ലെസ് ദാൻ 9 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് എലാസ്റ്റിക് ബിഹേവിയർസ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം നോക്കാം.
അപ്പോൾ ഞാൻ ഈ പില്ലേഴ്സിന്റെ പറഞ്ഞ കാര്യം റൗണ്ടഡ് പില്ലേഴ്സ്, അതായത് ഇവിടെ ഈ പില്ലറിനേക്കാൾ ഈ പില്ലറാണ് കൂടുതൽ വെയിറ്റ് എന്ത് ചെയ്യുക താങ്ങുക, കാരണം ഇവിടെ ലോഡ് ബിയറിംഗ് ഏരിയ കൂടുതലാണ്. അപ്പോൾ ഐ ഷേപ്പിന് അതേ ഒരു ഫോർമേഷൻ ആണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ നാലാമത്തെ ആപ്ലിക്കേഷൻ പറഞ്ഞ ഈ ആപ്ലിക്കേഷൻ ആണ്. Questions. If the Young's modulus of iron and glass are 190 into 10 raised to 9 Newton meter raised to minus 2 and 65 10 raised to 9 Newton raised to minus 2 respectively, which is more elastic? Justify answer. അപ്പോൾ ഇതിൽ ഗ്ലാസിന്റെയും അയേണിന്റെയും യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം അയേണിന്റെ യങ്സ് മോഡുലസ് കൂടുതലാണ്, ഗ്ലാസിന്റെ യങ്സ് മോഡുലസ് കുറവാണ്. അപ്പൊ ഇത് രണ്ടും വെച്ചിട്ട് ഏതാണ് മോർ ഇലാസ്റ്റിക് എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മളൊരു കാര്യം ഓൾറെഡി പറഞ്ഞാണ്, എലാസ്റ്റിക് എന്ന് പറയുന്നത് കൊടുക്കുന്ന ഡീഫോമിംഗ് ഫോഴ്സിന് ആരാണോ കൂടുതൽ ഒപ്പോസ് ചെയ്യുന്നത് അവർക്കാണ് എലാസിറ്റി കൂടുതൽ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഏറ്റവും സ്ട്രെങ്ത് ഏതിനാണോ അതിനാണ് കൂടുതൽ എലാസിറ്റി എന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് ആൻസറിലേക്ക് പോവാം. Scientifically, elasticity is explained on the basis of modulus of elasticity. Young's modulus, that is Y, stress by strain, as Young's modulus of iron is greater than the Young's modulus of glass, it is more elastic. For the same stress, the strain produced in iron is found to be small compared to the strain produced in glass. അപ്പോൾ ഈ കേസിൽ നമുക്ക് എന്താണ് അയൺ ആണ് മോർ ഇലാസ്റ്റിക്, കാരണം ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഗ്ലാസിനെക്കാളും ഡീഫോർമേഷൻ എവിടെ കുറവാണ്, അയണിന് കുറവാണ്. സോ അയൺ ആണ് എന്ത് ചെയ്യുന്നത് മോർ ഇലാസ്റ്റിക്. സ്ട്രെയിൻ പ്രൊഡ്യൂസ് ഇൻ അയൺ ഇസ് ഫൗണ്ട് ടു ബി സ്മോൾ കമ്പയർഡ് ടു സ്ട്രെയിൻ ദ ഗ്ലാസ്. ഗ്ലാസിനെക്കാളും എന്താണ് അയണിൽ കുറവാണ്. സോ അയൺ ആണ് മോർ ഇലാസ്റ്റിക്. And second question, two wires of same material have their length in the ratio 1:3 and radius in ratio 2:1. What will be the ratio of elongations for the same linear stress? ഒരേ സ്ട്രെസ് കൊടുത്തു, സെയിം മെറ്റീരിയൽ ആണ്, ആ രണ്ട് വയറാണ്, രണ്ടും ഒരേ മെറ്റീരിയൽ ആണ്. അപ്പോൾ ഒരേ മെറ്റീരിയൽ കോപ്പർ ആണെങ്കിൽ കോപ്പർ, അലുമിനിയം അലുമിനിയം. രണ്ട് ലെങ്ത് റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:3 ആണ്, റേഡിയസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:1 ആണ്. അതിൽ അപ്പോൾ എലോങ്ങേഷൻ റേഷ്യോ എന്താണ്? അതിൽ ഡെൽറ്റ എൽ ബൈ ഡെൽറ്റ എൽ 1 ബൈ ഡെൽറ്റ എൽ 2 എന്താണ്? സെയിം ലീനിയർ സ്ട്രെസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സെയിം സ്ട്രെസ് ആണ്, യങ്സ് മോഡുലസും സെയിം ആണ്, ലെങ്ത് റേഷ്യോ തന്നിട്ടുണ്ട്, റേഡിയസ് റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കാരണം L1 ബൈ L2 1/3 തന്നിട്ടുണ്ട്, R1 ബൈ R2 2/1 തന്നിട്ടുണ്ട്. ഇനി യങ്സ് മോഡുലസ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്, സെയിം സ്ട്രെസ് ആണെന്ന് പറയുമ്പോൾ നമുക്ക് സ്ട്രെസ് എന്ത് ചെയ്യാം, y പ്രൊപ്പോർഷൻ ടു 1/strain എന്ന് കൊടുക്കാം. സോ 1/strain എന്ന് പറഞ്ഞാൽ 1 ബൈ ഡെൽറ്റ എൽ ബൈ എൽ. സോ എൽ ബൈ ഡെൽറ്റ എൽ. അപ്പോൾ ആക്ച്വലി നമുക്ക് കാണുന്നത് എൽ ബൈ ഡെൽറ്റ എൽ ആണ് യങ്സ് മോഡുലസ് എന്ന് പറയുമ്പോൾ. സോ യങ്സ് മോഡുലസ് ഇസ് ഈക്വൽ ടു എൽ ബൈ ഡെൽറ്റ എൽ. സോ y1 ഈക്വൽ ടു y2, കാരണം രണ്ടിനും യങ്സ് മോഡുലസ് സെയിം ആണ്. അപ്പോൾ L1 ബൈ ഡെൽറ്റ L1 ഈസ് ഈക്വൽ ടു L2 ബൈ ഡെൽറ്റ L2 കണ്ടാൽ മതി. നമുക്ക് കാണേണ്ടത് എലോങ്ങേഷൻ ആണ് കാണേണ്ടത്. സോ ഡെൽറ്റ L1 ബൈ ഡെൽറ്റ L2 കണ്ടാൽ മതി. അതെന്താണ് L1 ബൈ L2 തന്നെയാണ്. സോ 1:3 ആയിരിക്കും ഡെൽറ്റ L1 ബൈ ഡെൽറ്റ L2. അപ്പോൾ കാരണം വളരെ സിമ്പിൾ ആണ്, കാരണം സ്ട്രെസ് സെയിം ആണെന്ന് പറയുന്നത് സ്ട്രെസ്സിനെ 1 ആക്കി എടുത്തു, സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ലെങ്ത്തിനായി ചേഞ്ച് വന്നു. സോ ഡെൽറ്റ എൽ ബൈ എൽ. സോ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് എൽ ബൈ ഡെൽറ്റ എൽ നമുക്ക് കണ്ടു. അപ്പോൾ സെയിം യങ്സ് മോഡുലസ് സെയിം ആണെന്ന് പറഞ്ഞിട്ട് y1 y2 ഇക്വേറ്റ് ചെയ്യാൻ കാരണം സെയിം മെറ്റീരിയൽ ആണ്, മെറ്റീരിയൽ മാറിയിട്ടില്ല, അതാണ് y1 ഈക്വൽ ടു y2 കൊടുത്ത്. സോ y ഈക്വൽ ടു ഓൾറെഡി നമുക്ക് എൽ ബൈ ഡെൽറ്റ എൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ L1 ബൈ ഡെൽറ്റ L1 ഈസ് ഈക്വൽ ടു L2 ബൈ ഡെൽറ്റ L2 ആണ്. ഡെൽറ്റ L1 ബൈ ഡെൽറ്റ L2 ആണ് കണ്ടുപിടിക്കുന്നത്, കാരണം എലോങ്ങേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. L1 ബൈ L2 നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ L1 ബൈ L2 എന്താണോ അതേ റേഷ്യോ ആയിരിക്കും ഡെൽറ്റ L1 ബൈ ഡെൽറ്റ 2. ശ്രദ്ധിക്കണം, ഇവിടെ നമുക്ക് റേഡിയസിന്റെ റേഷ്യോ ആവശ്യമേ ഇല്ല, സ്ട്രെസ് സെയിം ആയതുകൊണ്ടാണ്. സ്ട്രെസ് മാറിയ എന്ന് പറയുമ്പോൾ മാറും, കാരണം എഫ് ബൈ ആണ് സ്ട്രെസ്. അപ്പൊ സ്ട്രെസ് ഈക്വൽ അല്ല എന്ന് പറഞ്ഞാൽ സംഭവമൊക്കെ മാറി, കാരണം സ്ട്രെസ് ഈക്വൽ വെയിറ്റ് ഈക്വൽ എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ബൈ എം ജി അല്ലെങ്കിൽ ഡബ്ല്യു ബൈ എ വരും. അപ്പൊ ഡബ്ല്യു നമുക്ക് കട്ട് ചെയ്ത് പോകും സെയിം ആയതുകൊണ്ട്. പക്ഷേ എ എന്താവും, വയർ ആയതുകൊണ്ട് സിലിണ്ടറിക്കൽ ഫോം ആണ്. അപ്പൊ ഇതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ πr² ആണ്. അപ്പൊ അവിടെ ആർ റേഷ്യോ ആവശ്യം വരും. പക്ഷെ ഇവിടെ നമുക്ക് സ്ട്രെസ് സെയിം ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആർ റേഷ്യോ കൂടെ ആവശ്യമില്ലാതെ വന്നത്. സോ ആൻസർ is 1:3. Between steel and diamond, which is more elastic? അപ്പോൾ ഇതിൽ നമ്മൾ ഒരേ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻ, റബ്ബർ ആൻഡ് സ്റ്റീൽ വിച്ച് ഇസ് മോർ ഇലാസ്റ്റിക്. അപ്പോൾ നമ്മൾ എല്ലാവരും പറഞ്ഞു സ്റ്റീൽ ഇസ് മോർ ഇലാസ്റ്റിക്. പക്ഷേ ഇവിടെയും സ്റ്റീൽ ആണോ മോർ ഇലാസ്റ്റിക്? അല്ല, ഡയമണ്ട് ആണ് മോർ ഇലാസ്റ്റിക്. കാരണം ഡയമണ്ട് ഒരു പെർഫെക്റ്റ് റിജിഡ് ആണ്, സ്റ്റീലിനെക്കാളും എന്താണ് അത് ഹാർഡ് ആണ്. സോ ഡയമണ്ട് ആണെന്ത് ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ സ്റ്റീൽ. ഡയമണ്ട് ഈസ് ആൾമോസ്റ്റ് നിയർ ടു ദി റിജിഡ് ബോഡി. അപ്പോൾ ഇത്രയാണ് എലാസ്റ്റിക് പ്രോപ്പർട്ടിയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അത് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം യങ്സ് മോഡുലസിലെ പ്രോബ്ലം നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ലാസ്റ്റ് ആപ്ലിക്കേഷനിൽ ഐ ഷേപ്പ് ബ്രിഡ്ജസ് അതാണ് കൂടുതൽ നോക്കേണ്ടത്. സോ ഹോപ്പ് ദിസ് കൺസെപ്റ്റ്സ് ആർ വെരി ക്ലിയർ ടു യു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, ഫീൽ ഫ്രീ ആസ്ക് ടു കമന്റ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.